ഇപ്പോഴും അത്രേ ഉള്ളൂ, ചിന്ന ചിന്ന ആശകളേ ഉള്ളൂ. ബാക്കി അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആ ആശയം ഒന്ന് വളർത്തി തരുന്ന വർഷയും അഭിജിത്തും കൂടാണ്. അവർക്കൊരു അവരുടെ ഒരു ചെറിയ പടമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ വളരെ വലിയ പടമായിട്ട് തന്നെ ഇരിക്കുവാണ്. അതിനെ ഒന്ന് വളർത്തിയെടുക്കണം ഒന്നുകൂടെ എല്ലാവരും കൂടെ. ഇനി പറയാനുള്ളതൊക്കെ മധുമേടത്തിനാണ്. മധുമേടത്തിന് ആ സിനിമയിൽ ശകലവും മേക്കപ്പോ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. അതിൻ്റെ പക തീർക്കുകയാണ്. ഇനി നന്നായിട്ട് ഒരുങ്ങി ഇനിയും വേറെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് അടുത്ത ഫംഗ്ഷന് വരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. പറയൂ. യെസ്, ഇന്ദ്രൻ ചേട്ടാ, മാഷേ എന്നുള്ള വിളി എവിടെയോ ഞങ്ങൾ കേട്ടല്ലോ അല്ലേ? മാഷ അതാ മധുജിയുടെ വിളിയാ. അപ്പൊ മാഷിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. മധു മാം, நமஸ்காரம் everyone, thank you. யார் என்ன கேட்க போறீங்க? മാം, ലൈക് ചിന്ന ചിന്ന ആസയെന്ന് കേൾക്കുന്ന സമയത്ത് വി കാൻ ഇമാജിൻ എനി അതർ ഫേസ്. സോ ഫസ്റ്റ് ഈ മൂവി സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ ആൻഡ് ഈ മൊമെന്റ് വരെ എത്തി നിൽക്കുന്ന ജേർണിയിൽ മാമിന് എന്താണ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്? என்ன ஷமிக்கணும், நான் கொஞ்சம் இங்கிலீஷ்ல பேசிக்கலாமா இல்ல தமிழ்ல பேசலாமா? தமிழ்ல பேசலாம். எனக்கு ரொம்ப ரொம்ப சந்தோஷம். எனக்கு இந்த சினிமா இந்த வருஷம் என்ன மைண்டில் வச்சுட்டு இந்த ஸ்கிரிப்ட் எழுதியிருக்காங்க. அவங்க என்கிட்ட வரைச்சியே இந்த டைட்டில் இந்த ஸ்கிரிப்ட் அப்படியே பக்காவாக பண்ணிட்டு வந்தாங்க. அண்ட் இது என்கிட்ட எப்போ வந்ததோ அப்போ எனக்கு நம்பவே முடியல. இதே சின்ன சின்ன ஆசை நான் உடனே எல்லாரோட மைண்ட்லேயும் ரோஜா, மதுபாலா, ரோஜா அதுதான் வரும். பட் ஆனால் அந்த டைட்டிலை வச்சுட்டு ஒரு புதுமையான கதை, அப்சல்யூட்லி இது வரைக்கும் நான் இந்த மாதிரி ரோல் ப்ளே பண்ணினதே இல்லை. ஸோ என்னை எப்படி அவங்க மைண்டில் வச்சுட்டு இதை எழுதின்னு வந்தாங்க, எனக்கு ரொம்ப சந்தோஷமாக இருக்குது. அண்ட் அதுவும் இந்திரன் சாரோட என்னை பேர் பண்ணியிருக்காங்க, அது இன்னும் ஜாஸ்தி ஸ்பெஷல். ஏன்னா ஒரு சர்ப்ரைஸ் எலிமெண்ட் ரொம்ப இம்பார்ட்டண்ட். அவர் இவ்வளோ பெரிய ஆக்டர், அவரோட நான் பேர் பண்ணி இது மாதிரி ஒரு ஸ்ட்ரேஞ்ச் ஆட் ஒரு ஸ்டோரி ஒரு என்ன இமேஜின் பண்ணி, அதுவும் நான் வந்து மெயின் ஸ்ட்ரீமில் ரொம்ப வருஷமாக வேலை பண்ணல, அண்ட் ஸ்பெஷலி மலையாளமில் நான் ஒர்க் பண்ணல. என்ன அவங்க மைண்டில் வச்சுட்டு இந்த ஸ்கிரிப்ட் எழுதி இந்திரன் சார் அப்புறம் அமேசிங்காக ஒரு காம்பினேஷன் பண்ணிட்டு இங்கே கொண்டு வந்ததுக்கு எனக்கு ரொம்ப ரொம்ப சந்தோஷம். அந்த பேர் சின்ன சின்ன ஆசைன்னு கேட்ட உடனேயே என் மனசில் தோணிது இது எனக்காக தான் எழுதியிருக்கு அப்படின்னு. அண்ட் வர்ஷா அதுதான் அவங்க ஃபஸ்ட்டு எனக்கு சொல்லினதே அதுதான். நான் இது உங்களை வச்சுட்டு தான் மைண்டில் இந்த கதையை எழுதின, அதனால இதுதான் இந்த படத்துக்கு டைட்டில் அப்படின்னு சொன்னாங்க. தேங்க்யூ. ஒரு ஷுவர் மேம், எப்படி நீங்க என்ன யோசிச்சு இந்த மாதிரி கதை எழுதினீங்க? நான் எப்படி உங்க மைண்ட்ல வந்தேன்? ആക്ച്വലി ആ ക്വസ്റ്റ്യൻ ഞങ്ങളും ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇത് കോയിൻസിഡൻസ് ആണ്, ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന പേരും ഞങ്ങൾക്ക് ആകെ ഈ ഒരു ലൈൻ കേൾക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഫേസും ഇത് തന്നെയാണ്. ഞാൻ ആക്ച്വലി മഴരിക്കും സാറിൻ്റെ ഒരു വലിയ ഫാനാണ്. നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ സാറാണ് നമുക്ക് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് മാധൻ മാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് വെരി ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ഇന്ദ്രൻ സാറാന്നുള്ളൊരു എനിക്ക് മൈൻഡിൽ അത് ഫിക്സ്ഡ് ആയിരുന്നു. ലീലയുടെ ക്യാരക്ടറിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് എൻ്റെ ലീലയ്ക്ക് 50 to 53 years ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് തമിഴ് ക്യാരക്ടറാണ്. അപ്പം എനിക്ക് ഒരു പ്രോപ്പർ തമിഴ് ആക്ടർ വേണം, ഒരു ഫീമെയിൽ ആക്ടർ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ കാസ്റ്റ് ആര് വേണം എന്നുള്ളൊരു തോട്ടിൽ എനിക്ക് വെരി ഫസ്റ്റ് പോയത് മണിരത്നം സാറിൻ്റെ പഴയ ഹീറോയിൻസിൻ്റെ ലിസ്റ്റ് എടുത്താൽ എനിക്ക് മണിരത്നം സാറിൻ്റെ എല്ലാ നായികമാരും എൻ്റെ ഫേവറേറ്റ്സ് ആണ്. സോ വെരി ഫസ്റ്റ് അതിൽ ടോപ്പ് മോസ്റ്റിൽ ഉണ്ടായിരുന്നത് റോജയാണ്. നോക്കുമ്പോൾ എൻ്റെ ഒരു ലീലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ ക്വാളിറ്റിയും റോജയ്ക്കുണ്ട്. ലൈക്ക് മാം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീലയും റോജയും എവിടെയോ ഒരു ഇൻ ബിറ്റ്വീൻ എവിടെയോ ഒരു പോയിന്റിൽ ലൈക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിൽ. സോ എനിക്ക് വെരി ഫസ്റ്റ് എനിക്ക് റോജ വന്നു, അങ്ങനെ മധുബാല മാം എത്തി. സോ ഈ പേരും ഓൾറെഡി ഉണ്ടായിരുന്നത് ഇല്ല, ആക്ച്വലി എനിക്ക് മധു മാമിനെ കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു ഐഡിയ കിട്ടിയ ആ മൊമെന്റിൽ ഞാൻ ഓക്കെ എൻ്റെ മൂവിയുടെ ടൈറ്റിൽ ചിന്ന ചിന്ന ആസ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
தட்ஸ் த ஆன்சர். அப்போ நான் இன்னொரு வாட்டி மணிரத்னம் சருக்கு தான் தேங்க்யூ சொல்லணும். முதல் வாட்டி ரோஜாக்கு தேங்க்யூ சொன்னேன். இப்போவும் அவர் இன்ஸ்பயர் பண்ணி தான் என்னோட டைரக்டர் வர்ஷா இதை எழுதி என்னை சூஸ் பண்ணியிருக்காங்க. ஸோ செகண்ட் டைம் அரவுண்ட் ஆல்சோ வர்ஷாவோட சேர்த்து மறுபடியும் மணி சர்க்கே தேங்க்யூ சொல்லணும். The same name. Chinna Chinna Ase. So for the questions.